എഴുത്തുകാരൻ സ്വയം പ്രത്യക്ഷപ്പെടുന്ന ഇടങ്ങളിലൊക്കെ ബോധപൂർവമായിട്ടുള്ള ഒരു ഇടപെടൽ അയാൾ നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും എൻ്റെ മനുഷ്യനൊരാമുഖം എന്നുള്ള പുസ്തകത്തിൽ ജിതേന്ദ്രൻ ഞാൻ തന്നെയാണ് എന്ന ഒരു സ്നേഹ ഉദാരമായിട്ടുള്ള ഒരു സങ്കല്പം എൻ്റെ വായനക്കാർക്ക് ഉണ്ടായിട്ടുള്ള എനിക്കറിയാം. ഞാൻ പലപ്പോഴും പറഞ്ഞ് ബോറടിപ്പിച്ചിട്ടുള്ളതാണ്, വീണ്ടും പറയണം. പക്ഷേ ഈ ചോദ്യം അങ്ങനെ ആയതുകൊണ്ട്, ജിതേന്ദ്രൻ്റെ മക്കൾക്ക് അണിയാൻ എന്ന് പറഞ്ഞിട്ട് സ്വർണ്ണാഭരണം അയച്ചു കിട്ടിയിട്ടുള്ള എഴുത്തുകാരനാണ് ഞാൻ. അത് ഞാനാണ് എന്ന് കരുതിയിട്ട് ഗതികെട്ട ജിതേന്ദ്രൻ്റെ മക്കൾ സ്വർണ്ണം ഇട്ടോട്ടെ എന്ന് കരുതിയിട്ട് 2 പവൻ്റെ ജിമിക്കിയും കമ്മലും റീഡർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ അത്ഭുതത്തോടെ, ഒരു പുരസ്കാരത്തേക്കാൾ വലിയ ഒരു സന്തോഷത്തോടെ സ്വീകരിച്ചു. കാരണം അന്ന് സ്വർണത്തിന് നല്ല വിലയുള്ള കാലമായിരുന്നു. ഞാൻ എൻ്റെ ഭാര്യയുടെ സ്വർണ്ണമൊക്കെ പണയം വെച്ചിരിക്കുന്ന കാലമായിരുന്നു. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ച് ഇത്രമാത്രം സാത്മ്യം എഴുത്തുകാരനും ഈ കഥാപാത്രത്തിനും തമ്മിൽ കാണുന്നത് ഒരർത്ഥത്തിൽ നല്ലതാണെങ്കിലും, അങ്ങനെയുള്ള ഭൗതികമായ ചില നേട്ടങ്ങൾക്കോ നമുക്കൊരു ഗിഫ്റ്റ് തരുന്നു, അങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങൾക്ക് നല്ലതാണെങ്കിലും ആ നോവലിനെ യഥാവിധി മനസ്സിലാക്കുന്നതിൽ നിന്ന് അത് അവരെ തടയും എന്നെനിക്ക് തോന്നുന്നു. കാരണം സുഭാഷ് ചന്ദ്രൻ എന്ന് പേരിട്ട് ഞാൻ എഴുതുമ്പോഴോ, രാമകൃഷ്ണൻ എന്ന് പേരിട്ട് രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ കഥാപാത്രം അവതരിപ്പിച്ചാലോ, ബെന്യാമിൻ്റെ ഒരു അടുത്ത നോവലിൽ ബെന്യാമിൻ എന്ന് പറയുന്ന കഥാപാത്രം ഇപ്പോൾ വന്നാലോ, നമ്മൾ കാണുന്ന പരിചയമുള്ള എഴുത്തുകാരനായിട്ടുള്ള ഈ 3 എഴുത്തുകാരുമല്ല അതിലെ കഥാപാത്രം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം വാത്മീകിയോ വ്യാസനോ യഥാക്രമം രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥാപാത്രങ്ങളല്ല എന്നതുപോലെ അതിനെ പുറത്തു നിന്ന് നിയന്ത്രിക്കാവുന്ന അതിൻ്റെ നിയന്താവായിട്ടുള്ള ഒരു സർഗചേതനയാണ് അതിനെ പ്രവർത്തിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരേ സമയം സന്തോഷവും സങ്കടവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ജിതേന്ദ്രൻ സുഭാഷ് ചന്ദ്രനാണ് എന്ന് സങ്കല്പിച്ചാലും സമുദ്രശിലയിൽ സുഭാഷ് ചന്ദ്രൻ എന്ന പേര് തന്നെ ഇട്ട് പ്രത്യക്ഷപ്പെടുന്ന അഹങ്കാരിയായിട്ടുള്ള പൊങ്ങച്ചക്കാരനായിട്ടുള്ള ആ സുഭാഷ് ചന്ദ്രൻ ഞാനാണ് സങ്കല്പിച്ചാൽ എനിക്ക് വിഷമമാണ്. കാരണം അങ്ങനത്തെ ഉള്ള ആളൊന്നുമല്ല ഞാൻ. അതിൻ്റെയൊക്കെ അപ്പുറത്ത് മാറി നിന്നിട്ട് ഇതിനെ ഒരു വേള പരിഹാസത്തോടെ പോലും നോക്കിക്കാണാൻ കഴിയുന്ന ഒരു എഴുത്തുകാരൻ മാത്രമാണ് ആ നോവലുകളിലെ പ്രധാന കഥാപാത്രവും പേരിട്ട് അവതരിപ്പിക്കപ്പെടുന്ന കഥാപാത്രവും എന്നാണ് തോന്നുന്നത്.